നമസ്കാരം. കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലെ ഇടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വളരെ പ്രകൃതി ഭംഗിയാണ്. ഒരു ചെറിയ ദ്വീപാണ് കേട്ടോ. വളരെ ചെറിയൊരു ദ്വീപാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ താമസമുണ്ട്. ഇതാണ് ഇവിടുത്തെ വള്ളക്കടവ്. ഈ പാലം വരുന്നതിന് മുമ്പേ ഇവിടുത്തെ പ്രധാന ഗതാഗത മാർഗ്ഗം ഇതായിരുന്നു. ആ കാണുന്ന ഒരു കടവുണ്ട്. അങ്ങ് കടവല്ല, ഒരു ജട്ടി, വെള്ളം അടുക്കുന്ന ജെട്ടിയുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ആ വെള്ള വേലിയുടെ അപ്പുറത്ത് കാണുന്ന ജെട്ടിയുണ്ട്. അവിടെ നിന്നാണ് വെള്ളം സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ആൾക്കാരെ എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കയറി വരുന്ന ആൾക്കാർ ഇവിടെ ഇറക്കുകയോ അതിനുശേഷം അവർ ഈ പള്ളിയിലോട്ടാണ് പോകുന്നത്. പള്ളിയിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ ഇറക്കി അവിടുന്ന് ആൾക്കാരെ കയറ്റി ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെ ഇറക്കി അങ്ങനെയൊക്കെയാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗം, ജലഗതാഗതം മാത്രമല്ല, പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗം ഇതായിരുന്നു ഈ പാലം വരുന്നതിന് മുമ്പ് വരെ. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. അതിൻ്റേതായ ഒരു ക്ലാരിറ്റി കുറവാണ്. ഈ ഒരു പാലം കടന്നു വേണം ഇടച്ചിറ എന്ന് പറയുന്ന സുന്ദരമായ കൊച്ചു ദ്വീപിലേക്ക് കടന്നു ചെല്ലാൻ. ഈ പാലം കയറുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സുഖമാണ്. അതിനുള്ള കാരണം വെച്ചാൽ ഇതിന് ചുറ്റും കായലും ചീനവലകളുമാണ്. ചീനവലകളെന്ന് വെച്ചാൽ നല്ല രസമാണ്. കരയുമായിട്ട് ചേർന്ന് വയ്ക്കുന്ന ചീനവലകളാണ്. വേണമെങ്കിൽ നമുക്ക് അതിനകത്തൊക്കെ ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് രസകരമായിട്ടുള്ളൊരു കാഴ്ചകളാണ്. നേരിട്ട് തന്നെ കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ്, വൈകുന്നേരം എടുത്തുകൊണ്ട്. പക്ഷേ നേരിട്ട് ഈ ഒരു സ്ഥലം വന്ന് കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്ഥലം കവർ ചെയ്തു. അത്രയ്ക്ക് ചെറിയ പ്രദേശമാണ്. പക്ഷേ ഇവിടുത്തെ ആ പ്രകൃതി ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് രസമാണെന്നേ. ഈ കായലിൻ്റെ ചുറ്റുമൊക്കെ ഇരുന്ന് ചുമ്മാ ആ സമയം കളയാൻ പറ്റുന്ന സ്ഥലമാണ്. കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നത്തില്ല. നമ്മൾ ആദ്യം നിന്ന സ്ഥലമുണ്ടായിരുന്നല്ലോ, അവിടെയാണ് കടുത്തോളം വരുന്നത്. അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് പിന്നെ പള്ളിയിലോട്ട് പോകും. പള്ളിയിൽ നിന്ന് തിരിച്ച് ഇവിടെ വരും. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ തൊഴിലെന്ന് വെച്ചാൽ മത്സ്യബന്ധനമാണ്. കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളുള്ള സ്ഥലമാണ്. കൊല്ലം ആലപ്പാട് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ്. സുനാമിക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ പാലം വന്നത്. അതിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. സുനാമി കഴിഞ്ഞ് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാലം ഇവിടെ വരുന്നത്. ഈ ചീനവലയൊക്കെ എപ്പോഴും വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ വള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഇങ്ങോട്ടും കയറി ഇറങ്ങാൻ, നടന്ന് കയറി വലിക്കാം. അത്രയ്ക്ക് അടുത്താണ്, അത്രയ്ക്ക് സൗകര്യങ്ങളാണ്. നല്ല കായൽ മീൻ, ഫ്രഷായിട്ട് കായൽ മീൻ ആവശ്യമുള്ള ആൾക്കാർ, വിലക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ചീനവലക്കാരോട് ചോദിച്ചാൽ അവർ തരാൻ സാധ്യതയുണ്ട്. അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ ശരിക്കും നമ്മളെ വിസ്മയിപ്പിക്കും. ഒരു രക്ഷയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു സ്ഥലം തന്നെയാണ്.